സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷത്തിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ കാറിൽ കയറാൻ വേണ്ടി പോയിട്ട് ഇനി പതുക്കെ ഇറങ്ങി വരുന്ന സമയത്ത് രേവതി വിചാരിക്കുന്നത് തന്നെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്നെന്നാണ്. പക്ഷെ സംഭവം അതല്ലായിരുന്നു കേട്ടോ. സച്ചി ചോദിക്കുകയാണ്, ഞാൻ വണ്ടിക്കകത്ത് കയറുമ്പോഴെങ്കിലും ഈ ഇൻ ചെയ്ത ഷർട്ടിനെ ഒന്ന് മാറ്റി ഇട്ടോട്ടെ, അതെന്താണെന്ന് ചോദിക്കുന്നത്. അത് എനിക്ക് വണ്ടിയിൽ AC ഇല്ല, അത് പോയിട്ട് ഓട്ടം കിട്ടാതിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ രേവതി പറയുന്നു, അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അതവിടെ കിടക്കട്ടെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വീണ്ടും നമ്മുടെ സച്ചി പറയാണ്, പ്ലീസ് ഒന്ന് എനിക്ക് ഇതൊന്നും മാറ്റി കിട്ടണം എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി യാത്ര പോവുകയാണ്. യാത്രയെന്ന് വെച്ചാൽ കാറിൽ കയറി സവാരിക്ക് പോവുകയാണ്. രേവതി അകത്ത് വരുന്നുണ്ട്. ഈ സമയം രേവതിയാണെങ്കിൽ അകത്ത് വന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ജോലികളൊക്കെ ചെയ്തതിന് ശേഷം തുണി അലക്കാൻ വേണ്ടി വരികയാണ്. ഈ സമയത്ത് ചന്ദ്ര കിടന്ന് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയാണ് വരുന്നത് കേട്ടോ. രേവതി ഇങ്ങനെ വരുന്നുണ്ട്. രേവതി വന്നതിന് ശേഷം ഒരു ബക്കറ്റും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തുണി അലക്കാം. നീ ഇതുവരെ തുണി അലക്കില്ല. പിന്നെ തുണി അലക്കുന്നു. ആ തുണി പാത്രത്തിൽ കുറേ തുണികളുണ്ടാകും. അതിൽ രേവതിയുടെ ഹസ്ബൻഡിൻ്റെ മാത്രം മാറ്റി എടുക്കുന്നുണ്ട്. ബാക്കി സുധീരനൊക്കെ അങ്ങ് മാറ്റിയിടുന്നുണ്ട്. അപ്പോഴത്തേക്കും മാറ്റിയിട്ടപ്പോൾ ചോദിച്ചു, എന്താണ് നീ ഇത് അവൻ്റെ തുണി മാത്രമായി, അത് എൻ്റെ ഭർത്താവിൻ്റെ മാത്രം ഞാൻ തുണി എടുക്കും. നിൻ്റെ ഭർത്താവോ? ഞാൻ പ്രസവിച്ചതിന് ശേഷമല്ലേ നിൻ്റെ ഭർത്താവായത്. അത് എനിക്ക് പറ്റൂല. ശ്രുതിയുടെ ഭർത്താവിൻ്റെ തുണി ശ്രുതി തന്നെ അലക്കണം, അല്ലാതെ എനിക്കതിന് പറ്റില്ല എന്ന് രേവതി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പം ചന്ദ്രയ്ക്ക് ചന്ദ്ര നോക്കിയപ്പോൾ എനിക്ക് എല്ലാം തർക്കുത്തരങ്ങളാണല്ലോ പറയുന്നത്, ഞാൻ പറയുന്നത് പോലെയൊന്നും അനുസരിക്കുന്നില്ലല്ലോ എന്നങ്ങ് മനസ്സ് വിചാരിക്കുക. അത് നിൻ്റെ ഭർത്താവിന് ലോ ക്ലാസ് സാധനമാണ് കിട്ടുന്നത്. എൻ്റെ മോൻ ശുദ്ധിയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ഏത് സാധനമായിരുന്നാലും അവരവരെ പൈസക്കല്ലേ വാങ്ങുന്നത്, അത് അവരവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. രേവതി അവിടെ ചന്ദ്രയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിൽ സ്റ്റാൻഡിൽ വന്ന് കൂട്ടുകാരന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചിക്ക് ഒരേ സംശയം, എടാ നിൻ്റെ അച്ഛൻ എപ്പോഴാണോ ഉണ്ടായതെന്ന് ചോദിക്കുന്നത്. അത് എന്താണ് നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് അത് എനിക്കൊരു സംശയം, ഒരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ടാണ്. നിൻ്റെ അച്ഛൻ എപ്പോഴാണ് അങ്ങനെ കൂട്ടുകാരന്മാർ കളിയാക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് ശാന്തി മുഹൂർത്തമല്ലേ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ ഉടൻ മക്കളുണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, എടാ ഇവനെ കൊണ്ട് തോറ്റല്ലോ, ഇവൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യാതായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. എടാ ഒന്ന് പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ട്, അച്ഛൻ കോർട്ടിൽ പോയിട്ടുണ്ട്, എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകും. രവീന്ദ്രൻ അങ്ങനെ കോർട്ടിൽ നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ വിസ്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ന്യായമായ പെൻഷൻ പൈസ എനിക്ക് കിട്ടണം സാറേ എന്ന് പറയുന്നുണ്ട്. അത് തടഞ്ഞു വെക്കാനുള്ള കാരണം എന്താണെന്ന് എതിർ പാർട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹം നിന്നും കൊണ്ട് ഉത്തരം പറയാൻ പാടില്ലാതെ നിൽക്കുന്ന നമ്മുടെ രവീന്ദ്രൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ്റെ പക്ഷത്താണ് വിജയം കണ്ടുവരുന്നത്. രവീന്ദ്രന് ഉള്ള പെൻഷൻ പൈസയൊക്കെ അനുവദിച്ചു. ന്യായം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഇത് പക്ഷം ശരിയായത്. അങ്ങനെ അച്ഛൻ്റെ ഈ സന്തോഷത്തിൽ സച്ചിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, രേവതി ആരതി എടുത്തുകൊണ്ട് വാ, അച്ഛനെ ഒഴിഞ്ഞ് കയറ്റണം, അച്ഛൻ ഇന്ന് പെൻഷൻ പൈസ അച്ഛന് സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കഥ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രേവതി എന്ത് പറഞ്ഞാലും രേവതി ചന്ദ്രയ്ക്കൊപ്പം അങ്ങ് കട്ടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.